മരിച്ചെന്നാണല്ലോ തോന്നുന്നേ. അയ്യോ, എന്താ ഞാനിപ്പോ ചെയ്യാ? ആരും ഇവളെ അങ്ങ് കൊന്നു കളഞ്ഞല്ലോ. ദൈവമേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇവർ രണ്ടുപേരുടെ കല്യാണം നടത്തി എന്റെ സ്കോർ കൂട്ടാന്നാ ഞാൻ കരുതിയത്. എന്നാ ഇപ്പൊ നോക്കിയപ്പോ ഇവളെ മരിച്ചു കിടക്കാണല്ലോ. വീണേ, വീണേ, ഇവരുടെ കല്യാണത്തിന് വേണ്ടിട്ട് കൊണ്ടുവന്ന ഈ മാല ഇപ്പോ ഇവളുടെ ശവത്തിന് അണിഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയായല്ലോ ഈശ്വര. ഇത് ഞാൻ എന്താ ചെയ്യ? അജിത്, അജിത് എവിടെ? അജിത്, അജിത്, അവൻ എവിടെയാ പോയത്? അജിത്, അജിത്, എടാ, ഈ ദിഗ്വിജയനുണ്ടല്ലോ, ജയിക്കാൻ മാത്രം ജനിച്ചവനാണ്. ഇങ്ങോട്ട് നോക്ക്. എന്റെ കാൽ ചുവട്ടിൽ കിടന്ന് വിലപിക്കയപ്പ നീ സ്വന്തം പ്രാണനു വേണ്ടി വിലപിക്കുകയാണ്. ദിഗ്വിജയ, ഞാനൊരു ഗരുഡനാണ്. നിന്നെ പോലെ ചതിക്കുന്ന ബുദ്ധിയില്ല. ഇപ്പോ നീ ജയിച്ചെന്ന് കരുതിയിരിക്കുകയാണല്ലോ. എന്നാൽ ഇത് നിന്റെ സർവനാശത്തിന്റെ ആരംഭമാ. ആശിച്ചൊന്നും നേടാതെ തോറ്റ് തോറ്റ് നരകിച്ച് നരകിച്ച് ചാകും. നിനക്കിനി അധികം ദിവസങ്ങളില്ല. ഇതെന്റെ ശാപമാ. അയ്യോ, ഗരുഡദൈവമേ, നിങ്ങൾ എനിക്ക് ശാപം തന്നിരിക്കുക. അയ്യോ അയ്യോ അയ്യോ, ദാക്ഷായണി, ഗരുഡദൈവം എനിക്ക് ശാപം തന്നിരിക്കുക. അതുകൊണ്ട് ഞാൻ മരിച്ചു പോവില്ലേ? അവിടുന്ന് ചെയ്ത് കണ്ടോ? ഗരുഡസ്വാമി, എന്നോട് ക്ഷമിക്കണേ. എന്നെ രക്ഷിക്കണം. എന്റെ ജീവൻ രക്ഷിക്കണം. അജിത്, സ്വന്തം പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഗരുഡനാ നീ. അങ്ങനെയുള്ള നീ എന്നെ ശപിക്കുന്നുവോ? ഓടിപ്പോകാൻ ഞാനൊരു മനുഷ്യനല്ല, ഗരുഡനാ. എന്റെ പ്രാണനേക്കാൾ വലുതായ വീണയെ കൊന്നിട്ടും ഞാനൊന്നും ചെയ്യാഞ്ഞത് എന്റെ കർത്തവ്യം നിറവേറ്റാനാണ്. അത് ഞാൻ എത്രയും വേഗം ചെയ്യും. നിന്റെ മരണം എന്റെ കൺമുമ്പിൽ തന്നെ എനിക്ക് കാണാം. എനിക്ക് മരണം വരുമെന്ന് പറയുന്നു. എടാ, ഇപ്പോ നിനക്കാണ് മരണം വരുന്നത്. അതും എന്റെ കൈകൊണ്ട് തന്നെ. ദിഗ്വിജയ, ഇവൻ ഒരു സാധാരണക്കാരനല്ല, ഇച്ഛാധാരിയായ ഗരുഡപക്ഷിയാണ്. നിന്റെ ഈ കേവലമായ ആയുധം കൊണ്ട് അവൻ മരിക്കുകയില്ല. ഇല്ല കൃഷ്ണൻ, എന്റെ മകളുടെ മരണത്തിന് കാരണക്കാരനായ ഇവന്റെ മരണവും എന്റെ കൈകൊണ്ട് നടക്കണം.
തിടുക്കപ്പെടേണ്ട ദിഗ്വിജയ. ഇവന്റെ ശക്തി ക്ഷയിച്ചതിന് ശേഷം നിനക്ക് തന്നെ ഇവനെ കൊല്ലാവുന്നതാണ്. ഓം ഗരുഡദേവായ നമഃ. ഓം ഗരുഡദേവായ നമഃ. അജിത്, അജിത്, ആരോ വരുന്നത് പോലെയുണ്ട്. ഇപ്പോൾ തന്നെ നാം ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാകും. വരൂ, നമുക്ക് പോകാം. ഇല്ല, ഇവന്റെ പ്രാണൻ എന്റെ കൈകൊണ്ട് തന്നെ പോണം. ഇവൻ പ്രാണന് വേണ്ടി യാചിക്കുന്നത് എനിക്ക് കാണണം. ആര് വന്നാലും പ്രശ്നമല്ല. ഇനി അവരാണ് തടയുന്നതെങ്കിൽ അവരെയും കൊന്നുകളയണം. ഇങ്ങനെ വരുന്നവരെ എല്ലാം നീ കൊല്ലാൻ നിന്നാൽ അതിനു മാത്രമേ സമയമുണ്ടാകൂ. ആദ്യം നിന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കൊടുക്കൂ. ഇവിടെ ഇങ്ങനെ നിന്നാൽ അത് പ്രശ്നമാകും. വരൂ, പോകാം. ഇല്ല, ഇവനെ അങ്ങനെ ജീവനോടെ വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അജിത്, അജിത്, ഈ കേട്ടത് ശിവാനിയുടെ ശബ്ദം പോലെയുണ്ട്. ആദ്യം ഇവിടെ നിന്ന് പോകാം. ശിവാനി എങ്ങാനും ഈ വേഷത്തിൽ ഇപ്പോൾ നമ്മളെ കണ്ടാൽ നമ്മുടെ പദ്ധതികളെല്ലാം തന്നെ കൈവിട്ടു പോകും. അജിത്, 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 എന്താ പറ്റി? അയ്യോ, രക്തം. അജിത്, 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 എന്താ ഇതൊക്കെ? അവിടെ വീണ മരിച്ചു കിടക്ക. ഇവിടെ നീ ഇങ്ങനെ എന്താ പറ്റിയത് അജിത്? ഭൂമിയിലെ സമയം കഴിഞ്ഞ ഇതല്ലേ സംഭവിക്കുക? അയ്യോ, എല്ലാം ഞാൻ കാരണമല്ലേ ഉണ്ടായത്. ഞാൻ വീണെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും വരില്ലായിരുന്നു. എനിക്ക് ആദ്യം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. എനിക്ക് വേണ്ട, വീണ മരിച്ച ഉടൻ തന്നെ ഞാനും മരിച്ചു. എന്റെ ശബ്ദം നിറവേറ്റുന്നവരെ മാത്രം ഈ ശരീരത്തിൽ ശ്വാസം ബാക്കിയുണ്ടാവും. ഞാൻ കാരണം നിങ്ങൾക്ക് ഇങ്ങനെ. അതെല്ലാം വിട്ടേക്ക്, ഇതെല്ലാം ഒരു വിധിയാണ്. പക്ഷെ ഒരുമിച്ച് ജീവിക്കാനോ കഴിഞ്ഞില്ല. ഒരുമിച്ച് മരിക്കാൻ കഴിഞ്ഞാൽ അയ്യോ, അത് മതി. അങ്ങനെയൊന്നും പറയല്ലേ അജിത്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഞാനിപ്പോ വെള്ളം കൊണ്ടുതരാം. ഒരു മിനിറ്റ്. ഓം ഗരുഡനാഥായ നമഃ. ഗരുഡനാഥായ നമഃ. ഓം വിഷ്ണുവാഹനായ നമഃ. പോകൂ, വേഗം പോ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ നാഗമാണിക്യം കൊണ്ടുപോ.
ഓ അജിത്, വീണ, എന്താ മോളെ ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ ഇങ്ങനെ ചെയ്തതിന്റെ കാര്യം എന്താ? ഛേ, എന്ത് വലിയ തെറ്റാണ് മോളെ നിങ്ങൾ ചെയ്ത്. ഞാൻ മുന്നിൽ നിന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നടത്താമെന്ന് പറഞ്ഞല്ലേ? എന്നെ വിശ്വാസമില്ലേ? ഛേ, എന്ത് മണ്ടത്തര കാണിച്ച്. ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു പിടിയില്ല. എന്താ ചെയ്യാൻ ഞാൻ? അവർക്കൊരു പ്രശ്നം ഉണ്ടാവരുതേ. വീണ, തായി ജ്വാലമാലിനി, എന്റെ ഇത്രയും വർഷത്തെ തപസ് നിന്റെ ആശീർവാദം കൊണ്ട് നിറവേറിയിരിക്കുന്നു. നാഗമാണിക്യം എന്റെ കൈക്കലാകുന്ന സമയം ആഗതമായിരിക്കുന്നു. നാഗമാണിക്യത്തിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ആ അമൃത നിമിഷം ആഗതമാകാൻ പോകുന്നു. ഓം ജ്വാലമാലിനിയേ നമഃ, രുദ്രമാലിനിയേ നമഃ, രക്തപ്രിയ രക്തേശ്വരിയേ നമഃ. തായി ജ്വാലമാലിനി, എന്താണിത്? എന്റെ മന്ത്രപ്രയോഗങ്ങളെല്ലാം തന്നെ കൈവിട്ടു പോകുന്നതെന്താ? നാഗദേവായ നമഃ. ഓം നാഗമാണിക്യായ നമഃ. ഓം ആദിദേവായ നമഃ. മാറ്റം കൊണ്ടുവരൂ മഹാശക്തിയെ. ഈ കാലഘട്ടത്തിനായി മാറ്റം കൊണ്ടുവരൂ. അവൾക്ക് മഹാശക്തിയാകൂ. അവളെ നീ രക്ഷിക്കൂ. വീണ, അജിത്, ദാ വെള്ളം കുടിക്കുന്നേ. എന്താ അജിത്? വേണ്ട, ഞാൻ രക്ഷപ്പെടില്ലെന്ന സൂചന എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എന്റെ ലക്ഷ്യവും കർത്തവ്യവും നിങ്ങൾക്ക് കൈമാറുകയാ. ലക്ഷ്യവും കർത്തവ്യവും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അജിത്. പാമ്പിന്റെ ദേഹത്ത് പടം വരുന്നത് പോലെ നിന്റെ മനസ്സും മറഞ്ഞിരിക്കുകയാണ്. അത് മാറുന്നതുവരെ നിനക്കൊരു സത്യവും മനസ്സിലാവില്ല. അതും ഇതും പറഞ്ഞു നിൽക്കാതെ നമുക്ക് ഇവിടുന്ന് പോവാൻ നോക്കാമാ. വേണ്ട, എന്താ ഇത്? ഇതൊരു സാധാരണ മാലയല്ല, മഹാശക്തിയാണ്. ഇതുകൊണ്ട് എന്ത് വേണമെങ്കിലും നേടിയെടുക്കാം. ഇത് നിന്റെ കയ്യിലുള്ളത് ഭാഗ്യമാണ്. ഇത് നിനക്ക് വഴി കാണിക്കും. വാങ്ങ്. എന്തൊക്കെയാ നീ പറയുന്നേ? എനിക്ക് പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല അജിത്. ഇത് വാങ്ങ്.
വീണ, അജിത്, ശൈലു, എവിടെ പോയി കിടക്ക എല്ലാവരും? ഇനി എവിടെ പോയി അന്വേഷിക്ക? ആശങ്ക, ഭീതി, അരക്ഷിതത്വബോധം, മരണത്തിന് കാത്തിരിക്കുന്ന ജീവൻ വേദനയിൽ പിടയുന്നു. അന്ധകാരത്തിൽ ദൈവശക്തിയെ വിശ്വസിക്കൂ. ദൈവമേ എന്ന് വിളിച്ചാൽ രക്ഷിക്കാതിരിക്കുമോ? ആ ശിവശങ്കര ശംഭോ. സ്വാമിജി, നിങ്ങള് എന്റെ ജീവിതത്തില് ഞാൻ മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോ എനിക്കുള്ള വഴി പറഞ്ഞു തന്ന് സഹായിക്കുന്ന ആളാ. ഇപ്പൊ എന്റെ അനിയത്തി, അവൾ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരൻ, പിന്നെ ശിവാനി എന്ന് പറഞ്ഞ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നവള് ശൈലു, ഇവരെ 3 പേരെയും ഇപ്പൊ കാണുന്നില്ല. ഗരുഡലോകവും മാനവലോകവും നാഗലോകവും ചേർന്ന ത്രിസംഗമം. ഗരുഡൻ വൈകുണ്ഠത്തേക്ക്, മാനവൻ ഭൂമിയിലേക്ക്, നാഗം നാഗലോകത്തേക്ക്. ഇത് നിന്റെ തീരുമാനമല്ലേ? ജയ് ഭോലെനാഥ. സ്വാമിജി, അങ്ങ് പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് 3 പേരും ഇപ്പൊ എവിടെയുള്ളത്? മരണത്തിന്റെ സന്നിധാനത്തിൽ. സ്വാമിജി, അതെ, മരണം വായ് തുറന്ന് നിൽക്കുകയാണ്. പോയി രക്ഷിക്ക്. നീ മഹാബലവാൻ, മഹാശക്തിയുള്ളവനാണ്. മൃത്യുദേവതയെ പോലും ഭയപ്പെടുത്തുവാൻ ശക്തിയുള്ള നാഗലോക വംശജനാണ്. പോകൂ. കിഴക്ക് ദിക്കിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലത്തിനടുത്തേക്ക് പോകൂ. ഒഴുകുന്ന രക്തം തേടുക. പോകൂ, പോകൂ. മൃത്യുവിനെ തോൽപ്പിക്കുന്ന മൃത്യുഞ്ജയ, ജയ് ഭോലെനാഥ, രക്ഷിക്കൂ. അജിത്, ശ്രദ്ധിച്ച്. അജിത്, ഇങ്ങോട്ട് നോക്കിയേ. നോക്ക്, നിനക്കൊന്നും സംഭവിക്കില്ല. നിങ്ങളോട് ഇത് ചെയ്തത് ആരാന്ന് പറ. ദിഗ്വിജയൻ. എന്താ? ദിഗ്വിജയനോ? അല്ല, അവന ധനഞ്ജയൻ. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അജിത്. അവന ദിഗ്വിജയൻ. എനിക്ക് ഭാവികളുടെ ലോകം വേണ്ട. വീണ, ഞാൻ ജീവിച്ചിരിക്കില്ല. വീണ, നിന്റെ കൂടെ വരികയാണ്. അജിത്, 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 വീണ. എന്റെ ദൈവമേ, ഞാൻ എന്തായി കാണിച്ചു വെച്ചത്? ഇവരെ 2 പേരെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നില്ലായിരുന്നെങ്കിൽ 2 പേർക്കും ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇവരെ വിളിച്ചുകൊണ്ട് വന്ന് ഞാനായിട്ട് ഇതിനൊക്കെ കാരണക്കാരിയായല്ലോ. പ്രോമിസ്, നീയാണ് സത്യം. നിങ്ങളുടെ 2 പേരുടെയും കല്യാണം ഞാൻ നടത്തി തരും. ഓക്കെ അല്ലേ?